എൻ്റെ പേര് ഡിനു സെബാസ്റ്റ്യൻ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. 2019 എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്നത്തെ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയായിരുന്നു. കാരണം 2019 നവംബർ 18 എനിക്ക് കമ്പനിയിൽ ജോലി കയറണമായിരുന്നു. പക്ഷേ നവംബറായിട്ട് എനിക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ബിടെക് റെഗുലറിൻ്റെ കൂടെ ഹോണേഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സോടെ എടുത്തിരുന്നു. പക്ഷേ എല്ലാ സെമസ്റ്ററിലും അതിൻ്റെ എക്സാം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ സെമസ്റ്റർ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് വന്നില്ല. സോ അതിൻ്റെ കൂടെ എനിക്ക് റെഗുലറിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടിയില്ല. നവംബറായിട്ടും എനിക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി, ഈ ജോലിക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അങ്ങനെ നവംബർ 7 ഞാനും അമ്മയോട് ഇവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത്. 3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഹോണേഴ്സിൻ്റെ റിസൾട്ട് വരികയും എനിക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുകയും നവംബർ 18 തന്നെ ഞാൻ എൻ്റെ ജോലിക്ക് കയറുകയും ചെയ്തു. രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ ചേച്ചി 2 അറ്റംപ്റ്റ് OET ട്രൈ ചെയ്തിരുന്നു. പക്ഷേ 2 അറ്റംപ്റ്റിനും ചേച്ചിക്ക് കിട്ടിയില്ല. അപ്പോൾ മൂന്നാമത്തെ അറ്റംപ്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഉടമ്പടിയിൽ അത് നിയോഗമായിട്ട് വച്ചിരുന്നു. അങ്ങനെ 3ാമത്തെ അറ്റംപ്റ്റിൽ എൻ്റെ ചേച്ചി OET പാസ്സാവുകയും ഇപ്പോൾ അവൾ അയർലൻഡിൽ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. 3ാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ അനിയത്തിക്ക് അണപ്പല്ല് താഴോട്ടായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. സോ അവിടെ ഇങ്ങനെ പഴുപ്പൊക്കെ വന്ന് ഭയങ്കരമായിട്ട് നീരൊക്കെ വച്ചിരിക്കുമായിരുന്നു. അപ്പം കോളേജിലൊന്നും പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു. സോ ഞാനത് നിയോഗമായിട്ട് ഇവിടെ ഉടമ്പടിയിൽ വച്ചിരുന്നു. അതിനുശേഷം അപ്പോൾ അവന് ഓപ്പറേഷനൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം എൻ്റെ അനിയത്തിയുടെ താഴോട്ട് വളർന്നിരുന്ന അണപ്പല്ല് മുകളിലോട്ട് വളരുകയും ഓപ്പറേഷൻ വേണ്ടെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. 4ാമത്തെ നിയോഗമായിട്ട് ഞങ്ങൾ വെച്ചത് ഞങ്ങൾക്കൊരു വീട് വേണമെന്നായിരുന്നു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു 80-100 വർഷം പഴക്കമുള്ള ഒരു വീട്ടിലായിരുന്നു. സോ അതിൻ്റെതായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ റെഡി കാശ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ വീട് പണിയാനാന്നൊക്കെ വിചാരിച്ചു. കുടുംബസ്വത്തുണ്ടായിരുന്നത് പക്ഷേ കേസിനും വഴക്കൊക്കെ ആയിട്ട് എപ്പോഴും പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു. ഉടമ്പടിയിൽ ഇത് നിയോഗമായിട്ട് വെച്ചുകൊണ്ടിരുന്നപ്പോഴും ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ 2019 ഉടമ്പടി എടുക്കുന്നത്. 2023 ഞങ്ങൾ ഹൗസ് വാമിങ് ഞങ്ങൾക്ക് നടത്താൻ പറ്റി. കുടുംബസ്വത്തൊക്കെ അത് വിറ്റ് ഞങ്ങൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടി. ആ കാശ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീട് പണിയാൻ പറ്റുകയും ചെയ്തു. പിന്നത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്നത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ അനിയത്തി ഞങ്ങളെക്കാട്ടും എല്ലാം ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം OET നേഴ്സിംഗ് ആണ് അവൾ പഠിച്ചത്. അപ്പം പുറത്തോട്ട് പോകണമെന്ന് തന്നെയായിരുന്നു എല്ലാവരെയും പോലെ അവൾക്കും ആഗ്രഹം. പക്ഷെ OET കിട്ടുമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഞാൻ ആ സമയത്ത് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിനകത്ത് നിയോഗമായിട്ട് വെച്ചപ്പം 2022 സെപ്റ്റംബറിൽ തന്നെ അവൾക്ക് OET കിട്ടണമെന്നാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത്. അങ്ങനെ 2022 സെപ്റ്റംബറിൽ തന്നെ അവൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾ OET പാസ്സായി. ഞാനപ്പോൾ എനിക്ക് കിട്ടിയ കാശ് രൂപ ഞാൻ അവളുടെ കൊടുത്തു വിട്ടായിരുന്നു എക്സാം എഴുതുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ പോയത്. എന്നിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് റീഡിങ്ങിൽ 15 ക്വസ്റ്റ്യൻ എങ്ങാണ്ടേ ഉള്ളൂ, 1 കിട്ടുന്നില്ല, 2 കിട്ടുന്നില്ല. അങ്ങനെ 11 കിട്ടാതായപ്പോൾ അവൾ വിചാരിച്ചു ദൈവമേ ഇത് ഞാൻ തോറ്റു, ഇനി വീണ്ടും എഴുതേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ എത്രയും ദയുള്ള മാതാവ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് അറിയത്തില്ല എങ്ങനെയൊക്കെയോ അവളെ ആ ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ അവൾക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒക്കെ നല്ല മാർക്കോടെയാണ് അവൾ OET പാസ്സായത്. ഈ ചൊവ്വാഴ്ച അവൾ അയർലൻഡിന് പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. കുറേ വർഷം മരുന്നൊക്കെ കഴിച്ചു, പക്ഷേ അതൊന്നും കുറഞ്ഞില്ലായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് മരുന്നൊന്നും കഴിച്ചിരുന്നു, പക്ഷെ അതിനൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. 4 വർഷത്തോളം ഞാൻ മരുന്ന് കഴിച്ചായിരുന്നു, എന്നിട്ട് കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിൽ നിയോഗമായിട്ട് വച്ചതിന് ശേഷം എനിക്ക് എൻ്റെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടി. പിന്നെ പ്രേക്ഷിത ബോധം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ഇവിടുന്ന് അമ്മ ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് പത്രമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു, ചമ്മലൊക്കെ തോന്നിയിട്ടുണ്ട്.
പിന്നെ ഞാൻ പള്ളിയിൽ വച്ചിട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. പിന്നീട് ഇങ്ങനൊന്നും പോരാ എന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ പത്രമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി എല്ലാവർക്കും ആ പത്രമൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിളിലെ പോയിൻറ്റ്സൊക്കെ ഞാൻ ഒരു ബുക്കിനകത്ത് എഴുതാൻ തുടങ്ങി. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു വാക്കുണ്ട്, സെഫാനിയ 3:17, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്. ഇപ്പം എന്തൊരു പ്രശ്നം വന്നാലും ഞാൻ ഈ ഒരു ബൈബിൾ വാക്യം ചെല്ലും. പിന്നെ പ്രശ്നം വരുമ്പോഴും മാതാവുണ്ടല്ലോ, ഈശോ ഉണ്ടല്ലോ, മാറിക്കൊള്ളും എന്നൊക്കെ വിചാരിക്കും. സോ ഇത്രയൊക്കെ അനുഗ്രഹം തന്നതിന് ഞാൻ ദൈവത്തോടും മാതാവിനോടും 1000 നന്ദി പറയുന്നു. റോമ 9:16, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഡിന്നോ പറഞ്ഞത് സ്കിൻ അലർജി 4 വർഷത്തോളം ഉണ്ടായിരുന്നതാണ്. മരുന്നുകൾ കഴിച്ചതാണ്, പക്ഷെ അത് മാറുന്നില്ലായിരുന്നു. എന്നാൽ ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഈ ഉടമ്പടി തൈലമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ അസുഖം പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ വീട് വയ്ക്കണമെന്ന ആഗ്രഹം വർഷങ്ങളായിട്ട് ഈ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇവർക്ക് സ്വത്തുണ്ട്, പക്ഷെ പല കാരണങ്ങളാൽ ആ സ്വത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കില്ലായിരുന്നു. വർഷങ്ങളായിട്ടുള്ള ഒരു തടസ്സം. ഡിന്ന് പറയുന്നുണ്ടായിരുന്നു, നിയോഗം വയ്ക്കുമ്പോഴും ചിന്തിച്ചു ഇതൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളത്. നമ്മൾക്ക് അസാധ്യമാണെങ്കിലും ദൈവത്തിന് സാധ്യമാണ്. നമ്മൾ ഉടമ്പടിയിലേക്ക് വരുന്നത് എല്ലാം സാധ്യമായ ദൈവത്തോടാണ്. നമ്മൾക്ക് ദൈവം വെച്ച് നീട്ടുന്ന അവസാനത്തെ ചാൻസോ അല്ലെങ്കിൽ മറ്റൊരു ചാൻസോ ആണ് ഈ ഉടമ്പടിയിൽ ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.